നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാന നഗരിയിൽ സമാപനമാവുകയാണ്. വർണ്ണാഭമായ ഘോഷയാത്രയാണ് വൈകിട്ട് തലസ്ഥാന നഗരിയെയും ഇവിടുത്തെ നിവാസികളെയും എല്ലാം കാത്തിരിക്കുന്നത്. ഒപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് ആര് എന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് അറിയാം. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പാർലമെന്റിൽ തുടരുന്നു. വോട്ടെടുപ്പ് വൈകിട്ട് 5 വരെ. മത്സരം NDAയുടെ CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിൽ. BJDയും BRSും വിട്ടുനിൽക്കുന്നു. ഫലപ്രഖ്യാപനം രാത്രി 8 മണിയോടെ. പേരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസിൽ തൊണ്ടി ചവർകൂനയിൽ നിന്ന് കിട്ടിയെന്ന പോലീസ് വാദം നുണയെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച്. ബിന്ദുവിനെ കള്ളിയാക്കിയതിൽ SHO ശിവകുമാറിന് പങ്കെന്നും നടപടി വേണമെന്നും ശുപാർശ. കസ്റ്റഡി മർദ്ദന കേസുകളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് കടുപ്പിച്ച് DGP. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് രമേശ് ചെന്നിത്തല. B. അശോകിനെ KTDFC ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്തു. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം. നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേത്. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഓണം വാരാഘോഷത്തിന് ഇന്ന് തലസ്ഥാനത്ത് സമാപനം. ഘോഷയാത്ര വൈകിട്ട് 4-ന് ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. ആചാരപ്പെരുമയിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അല്പസമയത്തിനകം അതിന്റെ ഘോഷയാത്ര തുടങ്ങും. 52 പള്ളിയോടങ്ങൾ അണിനിരക്കും. മത്സരം നെഹ്റു ട്രോഫി മാതൃകയിൽ. നേപ്പാളിൽ പ്രധാനമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് സമരസമിതി. 2ാം ദിവസവും വ്യാപക സംഘർഷം. ജെൻസി പ്രതിഷേധം ശക്തമായതോടെ സോഷ്യൽ മീഡിയ വിലക്ക് നീക്കി. തീരുമാനം അടിയന്തര മന്ത്രിസഭായോഗത്തിൽ. യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് നേപ്പാൾ സർക്കാർ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. അബുദാബിയിൽ രാത്രി 8-ന് നടക്കുന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ. എതിരാളികൾ UAE. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. വൈകിട്ട് 5 മണിവരെയാണ് വോട്ടിംഗ് സമയം. രാത്രി 8 മണിയോടെ ഫലം പ്രഖ്യാപിക്കും. മഹാരാഷ്ട്ര മുൻ ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. അതേസമയം BRS BJD പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. രാവിലെ 10 മണി മുതലാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം വോട്ട് രേഖപ്പെടുത്തി. പിന്നാലെ ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MPമാരും വോട്ട് ചെയ്തു. വൈകിട്ട് 5 മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നും ജഗദീപ് ധൻകർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്ര ഗവർണറായ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യത്തിൽ NDAയ്ക്കാണ് മേധാവിത്വമെങ്കിലും BJPക്കെതിരായ പോരാട്ടമായാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനാൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതിലാണ് പ്രതിപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇരുസഭകളിലുമായി 781 അംഗങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം. NDAയ്ക്ക് 427-ഉം പ്രതിപക്ഷത്തിന് 355 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. 2 സഖ്യത്തിന്റെയും ഭാഗമല്ലാത്ത BJD, BRS, അകാലിദൾ എന്നിവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. 7 അംഗങ്ങളാണ് BJDക്കുള്ളത്. 4 അംഗങ്ങൾ BRSനുമുണ്ട്. 2 മുന്നണികളോടും സമദൂരം തുടരുമെന്ന് BJD വ്യക്തമാക്കി. തെലങ്കാനയിലെ കർഷകർ നേരിടുന്ന യൂറിയ ക്ഷാമം പരിഹരിക്കുന്നതിൽ കോൺഗ്രസും BJPയും പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ BRS തീരുമാനിച്ചത്. പഞ്ചാബിലെ പ്രളയം നേരിടുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് അകാലിദൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല എങ്കിൽ കൂടി ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നിവർ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പേരൂർക്കട മാലമോഷണ കേസിൽ വൻ വഴിത്തിരിവ്. മാലമോഷണം പോയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. മാല വീട്ടുടമസ്ഥ ഓമന ഡാനിയേൽ വീടിനുള്ളിൽ മറന്നുവെക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്.
പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാല മോഷണം പോയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. ജോലിക്കാരിയായ ബിന്ദുവിനെ മോഷ്ടാവാക്കാൻ പോലീസ് കഥ മെനഞ്ഞുവെന്നും മറവി പ്രശ്നമുള്ള ഓമന ഡാനിയിൽ മാല സ്വന്തം വീടിനുള്ളിൽ വെച്ച് തന്നെ മറക്കുകയായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കാണാതായ മാല വീടിന്റെ പിന്നിലെ ചവർകൂനയിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്ന പേരൂർക്കട പോലീസിന്റെ വാദം പൊളിക്കുന്നതാണ് കണ്ടെത്തൽ. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ചത് ന്യായീകരിക്കാൻ പോലീസ് മെനഞ്ഞ കഥയാണ് ചവർകൂനയിൽ നിന്നും മാല കണ്ടെത്തിയെന്നുള്ളത്. ബിന്ദുവിനെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശിവകുമാറിന്റെ അറിവോടെയാണ്. രാത്രിയിൽ ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്തത് CCTVയിൽ വ്യക്തമാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ദളിത് യുവതിയെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും കിട്ടിയെന്ന ഓമന ഡാനിയൽ തന്നെ പോലീസിനെ അറിയിച്ചതോടെ പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കസ്റ്റഡി മർദ്ദന കേസുകളിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ DGP നിർദ്ദേശം നൽകി. ഉത്തരമേഖല, ദക്ഷിണമേഖല IG-മാർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കുന്നംകുളം പീച്ചി കസ്റ്റഡി മർദ്ദനങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുടെ ഭാഗമായി IG-മാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ വിശദീകരണം 15 ദിവസത്തിനകം കേട്ട ശേഷം ശുപാർശകൾ അടിയന്തരമായി സമർപ്പിക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. VT ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കുകയോ അദ്ദേഹം രാജിവെക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. കേരള പോലീസ് നരാധപന്മാരായി മാറുന്നത്, അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം. ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ്. ഇന്ന് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത്? ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും. വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുക. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ആര് ചെന്നാലും പോലീസുകാർ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന, കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. B. അശോകിനെ സ്ഥലം മാറ്റിയ നടപടിയിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി. KTDFC MD-ആയി സ്ഥലം മാറ്റിയ നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. B. അശോകിന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ തുടരാം. ചൊവ്വാഴ്ച B. അശോകിന്റെ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. ഏറെ നാളുകളായി സർക്കാരും B. അശോക് IAS-ഉം തമ്മിൽ തുറന്ന പോരാട്ടത്തിലാണ്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കമ്മീഷൻ പദവിയിലേക്ക് മാറ്റിയത് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി B. അശോക് നേടിയിരുന്നു. സെക്രട്ടേറിയറ്റിന് പുറത്ത് IAS-കാരെ നിയമിക്കുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണമെന്ന സിവിൽ സർവീസ് ചട്ടം സർക്കാർ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് B. അശോക് അന്ന് കൃഷിവകുപ്പിന്റെ പദവിയിൽ തുടർന്നത്. സമാന രീതിയിൽ ഇപ്പോൾ KTDFC-യുടെ MD പദവിയിലേക്ക് മാറ്റിയപ്പോഴും അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഉത്തരവിന് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. സ്റ്റേ ലഭിച്ചതിനാൽ B. അശോകിന് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാം. കേര പദ്ധതിയുടെ ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തയും ലോകബാങ്കിന്റെ ഇമെയിൽ ചോർന്നതും സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് B. അശോക് ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃഷിവകുപ്പിൽ അനാവശ്യ ഇടപെടൽ നടത്തിയെന്നും ഇമെയിൽ ചോർത്തിയെന്നും B. അശോക് തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കിയ റിപ്പോർട്ട് പുറത്തായതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയാണ് സ്ഥലം മാറ്റമെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കൃഷിവകുപ്പിന്റെ അധിക ചുമതല നൽകി B. അശോകിനെ അടിയന്തരമായാണ് KTDFC-യിലേക്ക് മാറ്റിയിരുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ഇപ്പോൾ B. അശോകിന് ആശ്വാസവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ജൻസി പ്രതിഷേധം ആളിപ്പടർന്നതോടെ സാമൂഹിക മാധ്യമ വിലക്ക് നീക്കി നേപ്പാൾ. അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. യുവാക്കൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് നേപ്പാൾ സർക്കാർ ആവശ്യപ്പെട്ടു. കലാപം അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പ്രത്യേക സമിതിയെയും നേപ്പാൾ സർക്കാർ നിയോഗിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ കലാപത്തിൽ 19 പേർ മരിക്കുകയും 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം പ്രധാനമന്ത്രി രാജിവെക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് നേപ്പാൾ സമരസമിതി. നേപ്പാളിലെ ജൻസി വിപ്ലവം രാജ്യത്തെ മാത്രമല്ല ലോകത്തെയാകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ 4-ന് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നേപ്പാൾ സർക്കാരിന്റെ ഉത്തരവാണ് ജൻസി പ്രക്ഷോഭത്തിന് മുന്നിൽ തകർന്നടിഞ്ഞത്. രാത്രി വൈകി ചേർന്ന നേപ്പാൾ അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ 2 സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. 23 സമൂഹമാധ്യമ സൈറ്റുകളെ രാജ്യസുരക്ഷയുടെ പേരിൽ നിരോധിച്ച നടപടി ഉടൻ പിൻവലിക്കാൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി നിർദ്ദേശം നൽകി. നിരോധനം ഏർപ്പെടുത്തിയതിനോട് വിയോജിക്കുന്നില്ലെന്നും രാജ്യസുരക്ഷ മുൻനിർത്തിയായിരുന്നു തീരുമാനം കൈക്കൊണ്ടതെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി. ജനകീയ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിരോധനം നീക്കുന്നതെന്നും പഴയതുപോലെ നേപ്പാളിൽ സമൂഹമാധ്യമ സൈറ്റുകൾ ലഭ്യമാകുമെന്നും വാർത്താ വിതരണ മന്ത്രാലയവും അറിയിച്ചു. കൂടാതെ പാർലമെന്റിലേക്ക് പ്രക്ഷോഭകർ നടത്തിയ മാർച്ചിനിടെ ഉണ്ടായ വെടിവയ്പിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നേപ്പാൾ ആഭ്യന്തരമന്ത്രി തന്റെ രാജി മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കുകയും പ്രധാനമന്ത്രി അത് അംഗീകരിക്കുകയും ചെയ്തു. അതേസമയം ഈ 2 തീരുമാനങ്ങൾ കൊണ്ട് പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നും പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും അഴിമതിക്കാരെ പുറത്താക്കണമെന്നും അതുവരെ പ്രക്ഷോഭം തുടരുമെന്നും നേപ്പാൾ സമരസമിതി നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ ഭരണസിരാ കേന്ദ്രമായ കാഠ്മണ്ഡുവിൽ നിരോധനാജ്ഞ തുടരുകയാണ്. സർക്കാരിന്റെ അഴിമതിയെ സമൂഹമാധ്യമങ്ങളിലൂടെ തെളിവുകൾ സഹിതം യുവതലമുറ പുറത്തുവിട്ടതും പ്രതിഷേധിക്കുകയും ചെയ്തതാണ് KP ശർമ്മ ഒലി സർക്കാരിനെ സമൂഹമാധ്യമ വിലക്കിലേക്ക് നയിച്ചതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതേസമയം കലാപം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സന്നിധാനത്ത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കോടതി അനുമതിയില്ലാതെ ദേവസ്വം ബോർഡ് ഇളക്കി മാറ്റി. അറ്റകുറ്റപ്പണിക്കായിട്ടാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. സംഭവം ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം. എന്നാൽ ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് കേടുപാടുണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നും ഇതിനായി തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളി ഇളക്കിയതെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിനായി പോലീസിന് മുന്നിൽ ഹാജരായി. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഹാജരായത്. ഇന്നും നാളെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര SHOയ്ക്ക് മുന്നിൽ ഹാജരാകാൻ കോടതി വേടന് നിർദ്ദേശം നൽകിയിരുന്നു. രാവിലെ 9:30-ഓടെയാണ് വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇപ്പോഴൊന്നും പറയുന്നില്ലെന്നും താൻ ഇവിടെ തന്നെ ഉണ്ടെന്നും വേടൻ പ്രതികരിച്ചു. കേസിനെ കുറിച്ച് ഇപ്പം മിണ്ടാൻ പറ്റില്ല. കോടതിയിലെ പെൻഡിങ്ങിലുള്ള കേസല്ലേ, ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ എന്തായാലും അകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വരാം. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടേക്ക് തന്നെ പോവുള്ളൂ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. ഇന്നും നാളെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര SHOക്ക് മുന്നിൽ ഹാജരാകാൻ കോടതി വേടന് നിർദ്ദേശം നൽകിയിരുന്നു. സൗഹൃദം നടിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നുമാണ് യുവതിയുടെ പരാതി. പാട്ട് പുറത്തിറക്കാനെന്ന പേരിൽ 31,000 രൂപ യുവതിയിൽ നിന്നും വേടൻ തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം. ആലുവ കോടതിയാണ് ജാമ്യം നൽകിയത്. സനൽകുമാർ ശശിധരന്റെ മൊബൈൽ ഫോൺ എളമക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശനിയാഴ്ച മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത സനൽകുമാറിനെ ഇന്നലെ രാത്രിയാണ് എളമക്കര SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലെത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സംവിധായകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തനിക്കെതിരായ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് സനൽകുമാർ പറഞ്ഞു. കേസെടുക്കുമ്പോൾ സനൽകുമാർ US-ലായിരുന്നു. സനൽകുമാർ ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് വിമാനത്താവളത്തിൽ തടഞ്ഞത്. കാസർഗോഡ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 15ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളിക്കര പൂച്ചക്കാട്ടെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഷവർമ കഴിച്ചതാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നു. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അന്വേഷണം ആരംഭിച്ചു.
പള്ളിക്കര പൂച്ചക്കാട്ട് കഴിഞ്ഞ ദിവസം രാത്രി സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടിയിൽ ഭക്ഷണം വിളമ്പിയിരുന്നു. പള്ളി പരിസരത്ത് പാചകം ചെയ്ത ഭക്ഷണം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ഷവർമ വാങ്ങി നൽകി. ഇത് കഴിച്ചവർക്കാണ് അസ്വസ്ഥത ഉണ്ടായതെന്നാണ് പരാതി. ദിവസങ്ങൾ പഴക്കമുള്ള ഷവർമയാണ് നൽകിയതെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു 15 ഷവർമ കൊണ്ടുവന്നു. കഴിച്ച പിന്നെ അവർക്ക് ഛർദിയും വയറുവേദനയും തലവേദനയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പോലീസ് വന്നിട്ട് നോക്കുമ്പോൾ അത് പഴകിയ ഒരു സാധനമാണ്. എല്ലാവർക്കും അവിടെ കൂടിയ ആൾക്കെല്ലാം അറിയാതെ ഒരു 5-6 ദിവസം പഴക്കമുള്ള സാധനം എന്നുള്ളത്. പോലീസുകാരും അതിൻ്റെ സ്മെല്ല് ഇതെല്ലാം കണ്ട് പറഞ്ഞിട്ടായിട്ട് അതിൻ്റെ ആ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴകിയ സാധനം എന്നുള്ളത്. അതുകൂടാണ്ട് അവർ തന്നെ ഹോട്ടലുടമ തന്നെ പറഞ്ഞ് അത് പഴകിയത് 4-5 ദിവസത്തെ ആയിപ്പോയി, സോറി എന്നാണ് അവർ പറയുന്നുള്ളത്. ഷവർമ കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് നബിദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തവർ ഹോട്ടൽ പരിസരത്തെത്തി പ്രതിഷേധിച്ചു. ഇത് സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ബേക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. ഒരാഴ്ച നീണ്ടുനിന്ന ഓണാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനമാണ്. വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. വെള്ളയമ്പലത്ത് നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ അവസാനിക്കും. സാംസ്കാരിക കലാരൂപങ്ങളുമായി 1000-ലധികം കലാകാരന്മാരും 60ഓളം ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ അണിനിരക്കും. വൈകിട്ട് 4 മണിക്ക് മാനവീയം വീഥിയിൽ ഗവർണർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും. പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലാണ് VVIP പവലിയൻ ഒരുക്കിയിട്ടുള്ളത്. വിദേശ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക പവലിയനുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അല്പസമയത്തിനകം ജലമേള മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. AB ബാച്ചുകളിലായി 52 പള്ളിയോടങ്ങളാണ് ജലമേളയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അതിൻ്റെ ആവേശത്തിലേക്ക് അമരാൻ ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കി. എല്ലാ ഒരുക്കങ്ങളുമായി അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? തീർച്ചയായും സ്വപ്ന, നിമിഷങ്ങൾ മാത്രമാണ് ഇനി ആ ജലമാമാങ്കത്തിനായിട്ടുള്ള സമയക്രമം ഉള്ളത്. ഉടൻ തന്നെ മന്ത്രി വീണ ജോർജ് ഈ ജലമേളയുടെ ഭാഗമായുള്ള ജലഘോഷയാത്രയ്ക്ക് ഉദ്ഘാടനം നിർവഹിക്കും. അതോടുകൂടി 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ അണിനിരക്കും. തുടർന്ന് വൈകിട്ട് 3 മണിക്കാണ് വള്ളംകളി മത്സരം നടക്കുക. അതും 51 പള്ളിയോടങ്ങളിലാണ് ഈ മത്സരത്തിൽ അണിനിരക്കുന്നത്. 2 ബാച്ചുകളിലായാണ് മത്സരങ്ങൾ. ആദ്യം B ബാച്ച് പള്ളിയോടങ്ങളും തുടർന്ന് A ബാച്ച് പള്ളിയോടങ്ങളുമാണ് മത്സരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരു ജനപ്രവാഹം തന്നെയാണ്. പ്രദേശത്തുള്ളവരായാലും വിദേശത്തു നിന്നും ഒക്കെ എത്തിയവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പ്രദേശത്താകെ ഈ ഒരു ജലമാമാങ്കത്തിന് സാക്ഷിയാവാൻ, അത് ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ചരിത്രപ്രസിദ്ധമായ ഒരു ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഭാഗമായി കൂടിയുള്ള ഈ ജലമാമാങ്കം അത് ഹൃദയത്തിലേറ്റാൻ, അതിൻ്റെ മനോഹര നിമിഷങ്ങൾ അത് ഹൃദയത്തിൽ പകർത്താനായി ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ കാഴ്ചകൾക്ക് ഏറെ പുതുമ പകരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ സത്രം ഭാഗത്ത്, ആറന്മുള പമ്പ നദിക്കരയിലെ ഈ സത്രം ഭാഗത്ത് ഉള്ളത്. ഇപ്പോൾ പള്ളിയോടങ്ങളൊക്കെ തന്നെ ജലഘോഷയാത്രയ്ക്കായുള്ള തയ്യാറെടുപ്പുകളാണ്. അതിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തിവരുന്നു. 51 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ മന്ത്രി വീണ ജോർജ് ഈ ജലമേളയ്ക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി തന്നെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വർണ്ണാഭമായ ജലഘോഷയാത്ര, ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അല്പസമയത്തിനകം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 80,000 കടന്നു. 1000 രൂപ പവന് കുത്തനെ കൂടുകയായിരുന്നു. ഇതോടെ പവന് 80,880 രൂപയായി. ഗ്രാമിന് 10,000 കടക്കുന്നതും ആദ്യമായാണ്. ഇന്നലെ രാവിലെ പവന് 80 രൂപ കുറഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി 400 രൂപ കൂടി. ഇന്നും ഇന്നലെയുമായി 1 പവൻ സ്വർണ്ണത്തിന് 1400 രൂപയാണ് കൂടിയത്. ഇതോടെ 1 പവൻ്റെ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും GSTയും അടക്കം ചുരുങ്ങിയത് 90,000 രൂപയ്ക്ക് മുകളിലാകും. ഡോളർ ദുർബലമാകുന്നതും US-ലെ തൊഴിൽ കണക്ക് പുറത്തുവന്നതോടെ കൂടുതൽ അളവിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വിലയിരുത്തലുമാണ് സ്വർണ്ണവില കൂടാൻ കാരണം.
KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കഞ്ചേരി പുഴ പാലത്തിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതോടെ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇതിനിടെ നേരിയ പരിക്ക് പറ്റിയ KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിനെ പ്രാഥമിക ശുശ്രൂഷകൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രിയിൽ വീട് കയറി പോലീസ് അതിക്രമം നടത്തുന്നു. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ അന്നത്തെ CI ആയിരുന്ന ഷാജഹാൻ സംരക്ഷിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നിലവിൽ ഷാജഹാൻ വടക്കഞ്ചേരി SHO ആണ്. കോഴിക്കോട് KT വിജിൽ നരഹത്യാ കേസിൽ മൃതദേഹം കണ്ടെത്താനായി സരോവരം തണ്ണീർത്തടത്തിൽ പോലീസ് വീണ്ടും പരിശോധന ആരംഭിച്ചു. പ്രതികളായ നിഖിൽ, ദീപേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചതുപ്പിൽ താഴ്ന്നു പോകുന്നതിനാൽ സ്ഥലം മണ്ണിട്ട് നികത്തി തെരച്ചിൽ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പോലീസിനെ കൂടാതെ കെടാവർ നായകളും ഫോറൻസിക് സംഘവും റവന്യൂ അധികൃതരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 2019 മാർച്ച് 24-നാണ് വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തിയത്. കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് ഒളിവിലാണ്. കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം വൻ കഞ്ചാവ് വേട്ട. ആപ്പാഞ്ചിറയിലെ വീട്ടിൽ നിന്നും 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 15 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഓണത്തോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് പിടികൂടിയത്. മുൻ ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള 17-കാരന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. പ്രതിക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് സർക്കാർ നൽകുന്ന സൗജന്യ മരുന്ന് വിതരണത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നതായി പരാതി. ആരോഗ്യവകുപ്പിൽ നിന്നും ആവശ്യമായ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തന്നെ പറയുന്നത്. സാമ്പത്തിക പരിധിയില്ലാതെ മരുന്നും മറ്റ് ആനുകൂല്യങ്ങളും നൽകണമെന്നാണ് സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ആവശ്യം. കഴിഞ്ഞ 13 വർഷമായി സംസ്ഥാനത്ത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ തുടരുന്നുണ്ട്. 389 മരണാനന്തര അവയവദാനമാണ് ഇതുവരെ സംസ്ഥാനത്തു നടന്നത്. ഇതിൽ 1120 ഗുണഭോക്താക്കളുമുണ്ട്. ഇതുകൂടാതെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും വ്യാപകമായി തുടരുന്നുണ്ട്. അവയവങ്ങൾ ദാനം ചെയ്തവർക്കും സ്വീകരിച്ചവർക്കും സർക്കാർ നൽകുന്ന സൗജന്യ മരുന്നിന്റെ വിതരണത്തിലാണ് ഗുണഭോക്താക്കൾ പാളിച്ചകൾ ആരോപിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വഴിയും നഗരസഭ വഴിയും നടന്നുവന്ന സൗജന്യ മരുന്നുകളുടെ വിതരണത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. സർക്കാരിൻ്റെ വകുപ്പുകൾ തന്നെയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് വേണ്ടതായ മതിയായ ഉള്ള സപ്പോർട്ട് കിട്ടുന്നില്ല. അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി 2-3 ദിവസം കയറി ഇറങ്ങിയിരുന്നാലും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നില്ല. സഹായം ചെയ്യേണ്ടവർ അവർ നമ്മൾ മുമ്പ് കണ്ണടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ വേറെ രീതിയിൽ ലഭ്യമാക്കുന്നു, അവരുടെ ഇതുകൊണ്ടെന്നുള്ള, അല്ലെങ്കിൽ തരുന്നതിന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് രൂപയാണ് അവയവമാറ്റം നടത്തിയവർ ഒരു മാസം മരുന്നിന് മാത്രമായി ചെലവഴിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങൾക്ക് ജോലിയിലും പഠനത്തിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും അവയവം ദാനം ചെയ്തവരുടെയും സംഘടനയായ ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ നേരിൽ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. അതേസമയം മുൻകാലങ്ങളിൽ തുടർന്നു വന്നതുപോലെ മരുന്നുകൾ വീടുകളിലെത്തിക്കുന്നത് പുനഃസ്ഥാപിക്കണമെന്നും ഇവർ പറയുന്നു. ദുർബല വിഭാഗക്കാരായ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഓർഗൻ ഫൗണ്ടേഷൻ ഓഫ് കേരള. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏഷ്യാകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8-ന് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 8 ടീമുകളാണുള്ളത്. 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം 2 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ സൂപ്പർ 4 റൗണ്ടിൽ മത്സരിക്കും. സൂപ്പർ 4-ൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ ഫൈനൽ ഏറ്റുമുട്ടും. നാളെ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ആതിഥേയരായ UAE നേരിടും. 14-നാണ് ഏവരും കാത്തിരിക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.